ഉൾവനത്തിൽ നിന്നും ഞങ്ങള് നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ വെള്ളമൊക്കെ എത്തിക്കുന്നതിന്റെ കഷ്ടപ്പാട് ഭയങ്കരമാണ്. കൂടിപ്പോ കഴിഞ്ഞ ഒരു 2 മാസത്തിനകത്തായിരുന്നു. അത്രേ ഓടും, ഉരുണ്ട് വീഴും, അവിടെ കിടക്കും. ആന ഇറങ്ങി വരുമോ? ഇവിടം വരെ വരും. ആനയുടെ ശല്യമുണ്ട്. ആന വന്ന് ഓസൊക്കെ പൊട്ടിച്ചറിയും. പിന്നെ ഇവിടെ ആണുങ്ങൾ രാത്രി വന്നിട്ടൊക്കെ ആയിരിക്കും പിന്നെ വെള്ളത്തിനൊക്കെ പോകുന്നത്. ഇങ്ങനെ വിളിക്കുക. വെള്ളം വരത്തില്ലല്ലോ? അല്ലാതെ വെള്ളം വരുന്നുണ്ട് ഇപ്പഴാ. ശരി, അല്ലാതെ ഇത് വെള്ളം വരുന്ന പണിയില്ല. അല്ലാതെ വെള്ളം വരുന്നത്. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകളിലാണ്. ഞാൻ ഇന്നും കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. കറവൂർ, പത്തനാപുരത്ത് പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡിലാണ് നിൽക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ആനകൾ ഇറങ്ങുന്ന ഗ്രാമം എന്ന് പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയാനാണ് വന്നത്, ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നം. അപ്പോൾ ശാരദാമ്മയും ചന്ദ്രിയ ചേച്ചിയും ഒക്കെ നിൽപ്പുണ്ട്. ഇവർക്ക് 19 വർഷമായിട്ട് ഈ മേഖലയിൽ കറവൂർ വാർഡിൽ താമസിക്കുന്ന ആളാണ്. ഇവർ മലമുകളിൽ ഒരു കുളം കുഴിച്ചിട്ട് ആ വനത്തിൽ നിന്നുള്ള ഹോസിട്ടാണ് വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും പ്രധാനമായും വേണ്ടത് ജലമാണ്, വായു, ജലം. ഇതൊക്കെയാണല്ലോ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഇനിയെങ്കിലും ഭരണകൂടം ശ്രദ്ധിക്കണം. പുതിയ മന്ത്രിസഭയിൽ പുതിയ MLA ആണ് പത്തനാപുരത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പിറവന്തൂർ പഞ്ചായത്താണ്, കറവൂർ വാർഡാണ്. ഈ ജലക്ഷാമം പരിഹരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈ എടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചന്ദ്രിയ കുടിവെള്ളം ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുക. ആണുങ്ങൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ വെള്ളത്തിന് പോയി ഇടിക്കുന്നത്. ആനയെ കണ്ടു ഞങ്ങൾ പേടിച്ച് ഓടും, ഉരുണ്ട് വീഴും, അവിടെ കിടക്കും. ആന ഇറങ്ങി വരുമോ? ഇവിടെ വരെ വരും. ഓടി അക്കരെ റോഡിൽ കയറും ജീവനെയും കൊണ്ട്. കിണർ ഇവിടെ ആർക്കും ഇല്ല. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ഇല്ല. ഇല്ല. ഇത്ര വർഷമായിട്ടും ഇല്ല. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? 40-50 വർഷമായി. വെള്ളമില്ല. ഞങ്ങള് ദൂരെ നിന്നൊക്കെ ആയിരുന്നു ചുമന്നോണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു കുളമൊക്കെ കുഴിച്ച ഞങ്ങള് വനത്തിന്റെ ഭാഗത്തോ? അങ്ങനെ ഞങ്ങള് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. 6 മാസം കഴിയുമ്പോ ചുമക്കണം. ഓസിട്ട് പിടിച്ച് കൊണ്ടുവരും. ഞങ്ങള് പോയി വലിച്ച് വയലിൽ വെച്ച് വലിച്ച് അങ്ങനെ ഓസ കയറ്റി ഇങ്ങനെ 10,700 രൂപയുടെ ഓസ വാങ്ങിച്ച് ഇന്ന് വരെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന. അവിടെ ഇവിടെ ഇങ്ങനെ പല ചവിട്ടി പൊട്ടി. ആന ഓടിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആന ഓടിച്ചിട്ടുണ്ട്. ഓടി ഞങ്ങളെല്ലാം ഓടി അക്കരെ റോഡിൽ കയറി ആന വന്നപ്പോ. പിന്നെ ആന പോയി കഴിയുമ്പോ പിന്നെ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കും. രാത്രി വരും എപ്പോഴും ആന? എപ്പോഴും വരും, മിക്കവാറും വരും. ആന വരും. ഒരരക്കം കെട്ടി കഴിഞ്ഞാൽ പിന്നെ പറയില്ല. ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ജലക്ഷാമമാണ് നമ്മുടെ പ്രശ്നം. പേര് സുനിൽ. എന്ന് പറയുമ്പോഴത്തേക്ക് 35 വർഷം കൊണ്ട് ഈ മലയിലാണ് വെള്ളം എടുക്കുന്നത്. എൻ്റെ അച്ഛനമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് 10-50 വർഷം കൊണ്ട് ഈ മലയിലാണ് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ആനയുടെ ശല്യവും പുലിയുടെ ശല്യവും പന്നിയുടെ ശല്യം എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ആകെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ ഈ ഓസ് ഇട്ട് ഇതുവഴി ഇങ്ങനെ കിലോമീറ്റർ ദൂരെ പോയാണ് ഇപ്പോൾ കുളത്തിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് 3-4-5 മാസം ഞങ്ങൾക്ക് വെള്ളം കിട്ടും. ഈ ഓസ് മൊത്തം എന്ന് പറയുമ്പോൾ ആന ചവിട്ടി പൊട്ടിച്ചിട്ട ഓസുകളാണ് ഇത് മൊത്തം. ആന മൊത്തം ഇത് പൊട്ടിച്ചിട്ട് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസുലേഷനൊക്കെ ചുറ്റി ഇങ്ങനെയൊക്കെ വെച്ചാണ് ഞങ്ങൾ വെള്ളം പിടിച്ചുകൊണ്ടിരുന്നത്. നിരന്തരമായ ആനശല്യം ഉണ്ടല്ലോ? നിരന്തരമായിട്ട് ആനശല്യം. വേറെ എന്തൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ? എന്ന് പറഞ്ഞാൽ പുലി ഇറങ്ങുന്നുണ്ട്, പന്നി ഇറങ്ങുന്നുണ്ട്, ആന, ഇങ്ങനെയുള്ള എല്ലാം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലിക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വയ്യാത്ത അമ്മമാരാണ് ഈ മലയിൽ പോകുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതുവഴിയാണ് ഞങ്ങൾ ഈ പോകുന്ന ഈ ഓസ് ഇട്ടേക്കുന്ന ഇതുവഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഇങ്ങനെയാണ് പോകുന്നത്. വനത്തിന്റെ റേഞ്ച് അല്ലേ? വനത്തിന്റെ. ഇതിപ്പം ഒരു വീട്ടുകാര് വീടിന്റെ ബാക്കിൽ ആന വരും. കണ്ട ഇവിടെ മൊത്തം എന്ന് പറയുമ്പോൾ നശിപ്പിച്ചിട്ടാണ് ഇവിടെ വിട്ടെ. ഇതിപ്പോ വീടുണ്ടോ? മേളിൽ വീടുണ്ട്. എത്ര വീടുണ്ട് അവിടെ? അങ്ങോട്ട് 1-2 വീടുണ്ട്. 2 വീടേ ഉള്ളൂ. 2 വീട്. ഒരു ഫെൻസിംഗ് ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഫെൻസിംഗ് ഒന്നും വന്ന് കയറും. വന്ന് കയറുക. അവരെ എന്ന് പറയുമ്പോഴത്തേക്ക് റബ്ബറും ഇത് മൊത്തം എടുത്തിട്ടതാ. കൃഷി കൃഷിയൊക്കെ കുറവല്ലേ? നമ്മുടെ കുളം അവിടാണ്. കുളം പോകണമെങ്കിൽ ഇനിയും പോകണം. നമ്മളെ നാട്ടുകാർ കുഴിച്ചതാണോ ഫോറസ്റ്റുകാർ കുഴിച്ചു തന്നെയാണോ? ഞങ്ങൾ നാട്ടുകാർ കുഴിച്ചതാ. അനുമതി എന്നിട്ട് ഫോറസ്റ്റുകാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ കുഴിച്ചത്. പത്തനാപുരം ഡിവിഷൻ അല്ലേ റേഞ്ച്? രാത്രിയൊക്കെ ഇതുവഴി ആനയും വരുമല്ലോ? രാത്രി ഇതുവഴി മൊത്തം ആനയാ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആന നശിപ്പിച്ചിട്ടേക്കുന്നല്ല നമുക്ക് കാണാം. ഇതാണ് വനത്തിൽ നിന്ന് ഇത്. ഇതെല്ലാം ആന ചവിട്ടി പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊട്ടിച്ച് തുണ്ടായിട്ട് ജോയിൻ ചെയ്ത് ആന പൊട്ടിച്ചതാണ് ഇത് മൊത്തം. ഇത് മൊത്തം ഇങ്ങനെ കിടക്കുക. പിന്നെ ഈ ഉൾക്കാട്ടിന്റെ അടുത്താണ് ഈ വയ്യാത്ത അമ്മ. ഞങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവരാണ് ഓസ വഴി കയറ്റി വിടുക. ആനയുടെ എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ ശല്യം കേൾക്കുമ്പോൾ അവർ ഓടും. അടുത്ത വീട്ടുകാരെടുക്കുന്ന ഇവിടെയാണ് വെള്ളം എടുക്കുന്നത്. ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട് അവിടെ. അങ്ങനെ 6-7 വീട്ടുകാരെ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടേ. നമ്മൾ ഇവിടുത്തെ ഈ ഓസ് ഇങ്ങനെ നോക്കിയാൽ മതി. കണ്ടേ ഈ മല വഴി ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടോ? ഈ ഓസാണ് നമ്മൾ നോക്കേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ അവിടെ ജോയിൻ ചെയ്ത് ഇട്ടേക്കുന്നതാണ്.
വർഷങ്ങളായിട്ട് ഇങ്ങനെ ടാങ്ക് വെച്ച് വെള്ളം പിടിക്കുക. ടാങ്കിൽ വെള്ളം പിടിച്ച് അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. അടുത്ത വീട്ടുകാർക്ക് ജോയിന്റ് ഇട്ടേക്കുന്നുണ്ടോ? ഇവരടുത്ത് ജോയിൻ കൊടുക്കും. ജോയിന്റ് എടുത്ത് ഇപ്പൊ അവർക്ക് ഇട്ടേക്കാണ്. ഈ വെള്ളം വരുന്നത് നമ്മൾ രാവിലെ പോയി കയറ്റി വിട്ടതിന്റെ പേരിലാണ് ഇപ്പൊ ഈ വെള്ളം വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ദിവസം വിട്ടോ. ഇത് ആനതള്ളിയിട്ട തടിയാണ് ആ കിടക്കുന്നത്. ആനതള്ളിയിട്ട മരം അല്ലേ? ഇത് അൽക്കേഷ്യ. അൽക്കേഷ്യ. ആന മരങ്ങൾ കാണുന്ന വഴിക്കെല്ലാം തള്ളിയിടും അല്ലേ? ഇത് മറിച്ചിട്ടേക്കുന്നത്. ഇതുവഴിയൊക്കെ ഇങ്ങനെ പേടിച്ചാണ് ഈ ആണുങ്ങളാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. എങ്ങനെയെങ്കിലും ആണുങ്ങളായാലും മൃഗങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ. അങ്ങോട്ട് പോകുന്നവരും ഉൾവനം അല്ലയോ? അങ്ങോട്ട് പോകുന്നവരും ഉൾവനമാണ്. ഇതിലൊക്കെ സ്ത്രീകളൊക്കെ നടന്നു പോയി. ഇത് ആന മറിച്ചാണോ? ആന മറിച്ചതാ. ആന മറിച്ച ഇത് ആന മറിച്ചതാ. ഇത് മൊത്തം ഇതൊക്കെ വഴിക്ക് വേണ്ടിട്ട് വെട്ടി മാറ്റിയതായത്. ചവിട്ടി പൊട്ടിക്കും, വീണ്ടും മേടിച്ചിടും. ഇങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ ആന ചവിട്ടി അപ്പഴേ പൊട്ടി പോകും. നമ്മളെ ചവിട്ടിയാലും പൊട്ടും. ജോയിന്റ് നമ്മൾ ജോയിന്റ് ചെയ്യും. ജോയിന്റ് അത് അതിനും വേണ്ടി ഇല്ല. അതിന്റെ അപ്പുറത്ത് ജോയിന്റാ. രണ്ടാമത്തെ ജോയിന്റ് ഇങ്ങനെ അങ്ങ് പോകുമ്പോ മുളരെടുത്ത് ആന വരുമല്ലോ. പിന്നെ ഇവിടെ എല്ലാം ആന വരുവാ. കാട്ടുപോത്തെ, പുലി എല്ലാം. പുലി വന്ന് പട്ടിയൊക്കെ എടുത്തോണ്ട് പോകും. പട്ടിയൊക്കെ എടുത്തോണ്ട് പോകും. മനുഷ്യനാക്രമണമൊന്നുമില്ല. മനുഷ്യനാക്രമണം മനുഷ്യനെ കണ്ടിട്ടില്ലായിരിക്കും. അതുകൊണ്ട് ഉള്ളിലോട്ട് പോകുന്ന വനത്തിന്റെ ഒരു ഉള്ളിലോട്ട് പോണം. ഇനിയും പോണം. ഇനിയും ഒത്തിരി ദൂരം പോണം. അതാണ് ഞങ്ങളെ കുടിവെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. ഇതുണ്ടോ, ഇതെല്ലാം ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണ്ടി ഞങ്ങൾ ജോയിന്റ് ആക്കി ഇട്ടേക്കുന്നതാണ്. ഇത് മൊത്തം പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡിലാണ്. കറവൂർ എന്ന് പറയുന്ന വനമേഖലയാണ്. അവിടെ ഈ ഉൾവനത്തിൽ നിന്നാണ് ഇവിടെ താമസിക്കുന്ന കറവൂർ വാർഡിലെ ഇതുവഴി ഇങ്ങനെ ഇട്ടേക്കുന്നത് ആൾക്കാർ വെള്ളം എടുക്കുന്നത്. സ്ത്രീകളൊക്കെ വേനൽക്കാലത്ത് വെള്ളം പിടിക്കാതെ നടന്നു വന്നാണ്, ഈ കൊടും വനത്തിൽ കൂടി നടന്നു വന്നാണ് വെള്ളം ശേഖരിച്ചുകൊണ്ട് പോകുന്നത്. ആന ഇറങ്ങുന്ന വഴിയാണോ അതൊക്കെ? ഇതെല്ലാം വന്ന് നിൽക്കുമല്ലോ സ്റ്റേ. ഇവിടെ ഇത്രയും ഭാഗം ഞങ്ങളെന്ന് കുഴിച്ചിട്ടേക്കുക. ആന വന്ന് ഇപ്പോഴും വന്ന് ഹോസ് വലിച്ച് ഇവിടെ മുതൽ ഇവിടെ ഹോസ് കുടിച്ചിട്ടേക്കും അല്ലേ? ഇവിടെ മുതൽ അങ്ങോട്ടെന്ന് പറയുമ്പോൾ മണ്ണ് ഞങ്ങൾ കുഴിച്ചിട്ടേക്കുക. ആന എപ്പോഴും ഇത് വഴിയാ വരുന്നത്. പാസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ മണ്ണിലായിട്ട് കുഴിച്ചിട്ടേക്കുക. ഇതാണ് നമ്മളെ ഹോസ് ഇട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുളം. ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ വെള്ളം പിടിക്കുന്നത്. ഇതിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം അങ്ങ് പറ്റും. പറ്റി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കിട്ടിയവർക്ക് കിട്ടി, കിട്ടാത്തവർക്ക് കിട്ടിയില്ല. പിന്നെ വെളുപ്പിനെ നമ്മൾ വീണ്ടും വരണം. വീണ്ടും വന്നിട്ട് പിന്നെ വെള്ളം ഇതുവരെ കിടക്ക. അത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മഴവെള്ളം കിടക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വെള്ളം കിട്ടുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ വെള്ളം ഊറ്റി എല്ലാ വേനൽക്കാലത്തും ഉണ്ടോ? വേനൽക്കാലത്തില്ല, ഈ മഴ സമയത്ത് മാത്രമേ ഉള്ളൂ വെള്ളം. അത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ആഴ്ച വരുമ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇടും. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമോ? ഇല്ല, ഈ ഓസിൽ നമ്മൾ ഇടയിൽ വന്ന് ഇതുപോലെ തന്നെ ഇവിടുന്ന് കയറ്റണം. ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പൊ അത് ഞാൻ കാണിക്കാം. ഇപ്പൊ ഈ ഓസ് നമ്മൾ ഇവിടെ ജോയിന്റ് ഇവിടെ വരും. ഇപ്പൊ ഇതിൽ വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം നിൽക്കുമ്പോഴത്തേക്ക് ഇത് നിൽക്കും. ഈ വെള്ളം തീരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ രാവിലെ വന്നിട്ട് വീണ്ടും ഈ ഓസ് ഉരുട്ടി ഇങ്ങനെ വലിക്കണം. ഇപ്പൊ വെള്ളം വരുന്നില്ല. ഇനിയിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിക്കുക. വലിച്ച് ഇങ്ങനെ നിൽക്കുക. വെള്ളം ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ കയറി വരത്തുള്ളൂ. ഇച്ചിരി വെള്ളം കൊണ്ട് കയറി വരുന്നില്ല. ഇങ്ങനെ വലിച്ചാൽ വെള്ളം വരും. ഇത് ഇനി ഇത്രയും വെള്ളം കിടക്കുന്നുണ്ട് വരത്തില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ആള് വന്ന് വെള്ളം വലിക്കണം. അതുപോലെ വലിക്കണം. വലിച്ചാൽ മാത്രമേ വെള്ളം വരത്തുള്ളൂ. ഇനിയിപ്പോ എത്ര വെള്ളം കൊണ്ട് ഇനി കയറി വരത്തില്ല. അല്ല, ഈ എല്ലാ ദിവസവും ഇത് വലിക്കാനായിട്ട് ഒരാൾ വരണോ? ഒന്നല്ല, ഞങ്ങൾ 2-3 പേര് വരും. അല്ലാതെ വെള്ളം വരത്തില്ല അല്ലയോ? അല്ലാതെ വെള്ളം വരുന്നുണ്ട് ഇപ്പഴാ. ശരി, അല്ലാതെ ഇത് വെള്ളം വരുത്തില്ല. അല്ലാതെ വെള്ളം വരത്തില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ഡെയിലി വന്ന് ഇതുപോലെ വലിച്ചു കയറ്റി ഇതുപോലെ ജോയിന്റ് കയറ്റി വിടണം. വിട്ടാൽ മാത്രമേ വെള്ളം വരും. രാവിലെ വന്ന് ഹോസിനകത്ത് വായു വെച്ച് വലിച്ച് വെള്ളം കയറ്റി വിടണം. എല്ലാ ദിവസവും എല്ലാ ദിവസവും 19 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇതിപ്പം കുളം കുത്തിയിട്ട് എത്ര ആളായി? ഇതിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് 10-50 വർഷം കൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ കാലം വരെ ഉള്ളതാണ് കുളമാണ് ഇത്. ഉണ്ട്. അതിന് മേളിൽ ഞങ്ങള് വീണ്ടും വേറെ ഈ ഒന്നല്ല, അവിടെ 3 കുളം കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മള് എല്ലാ ദിവസവും വന്ന് ഈ വലിച്ചാലേ വെള്ളം കയറും. കയറത്തുള്ളൂ. വല്ലൊരു രക്ഷയില്ല. ഇല്ല. ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. നല്ല മഴയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക 2-3 മാസം കുടിക്കും വെള്ളം. ആനയൊക്കെ വന്ന് കുടിക്കും. ഓസൊക്കെ എടുത്ത് കളയും. അതല്ലേ പറഞ്ഞ ഓസ മൊത്തം എടുത്തുകൊണ്ട് ഈ വലിച്ചു കുറച്ച് അവരൊക്കെ ഇത് ഇവിടുന്ന് മേളിൽ നിന്ന് ഇട്ടേക്കുന്ന ഓസകളാണ് ഇതൊക്കെ. ഇത് മൊത്തം ഊരിട്ടേക്കുക. എന്തൊരു ദുരിതമാണ് ഇത് വഴി. നിങ്ങളെ സത്യം പറയാൻ നിങ്ങളെ ഇതിപ്പോ നമ്മൾ താഴത്തെ കുളത്തിൽ നിന്ന് അപ്പൊ ഇതിപ്പോ 4 കുളം. ഈ അമ്മമാരൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ടോ? ഈ ദുരിത വഴിയും ഈ കുടിവെള്ളം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ സുല്ലാണ് എന്നും പറയുന്ന കേൾക്കായിരുന്നു. നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ പിറവന്തൂർ പഞ്ചായത്തിൽ കറവൂർ വാർഡിലെ
കനാൽ പ്രദേശത്ത് അവിടെ കുറച്ച് വീട്ടുകാർക്ക് വർഷങ്ങളായിട്ട് ഈ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ പറയുന്ന കേൾക്കാം മലയിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുത്താൽ കഴിയുന്നതെന്ന്. അങ്ങനെ അതൊന്ന് കാണാൻ വേണ്ടി സുല്ലണ്ണന്റെ കൂടെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ മലയ്ക്കകത്തൂടെ കയറി വന്നതാ. സത്യം പറഞ്ഞാൽ സമ്മതിച്ചു ആവും പന്നി എല്ലാം ഉള്ള അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുളം അല്ലേ? അമ്പാ ഇത് നമ്മൾ വൃത്തിയാക്കി കൂടെ കിടക്കില്ലേ? എന്നാൽ ഈ വനത്തിലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുക്കും ചായവൊക്കെ ആണല്ലേ? ഇപ്പൊ ഈ മഴ പെയ്തുകൊണ്ട് മൊത്തം മണ്ണെല്ലാം കരിയിലെല്ലാം വന്ന് ഇറങ്ങും. ഇതിനകത്ത് വലയൊക്കെ ഇട്ടേക്കും, അതിൽ പോയി. ഈ മൃഗങ്ങളും വന്ന് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ആ വെള്ളം തന്നെ ഇവരും കുടിക്കുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ. കാരണം വേറെ നിവർത്തിയില്ലല്ലോ. വന്യമൃഗങ്ങളും മനുഷ്യരും ഒരേപോലെ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലം കൊല്ലം ജില്ലയിലെ പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡ് താമസക്കാര് 10-15ഓളം താമസക്കാര്. ഇത് ഈ ഒരു പ്രദേശത്തെ ഉള്ള ഈ വാർഡില് വെള്ളത്തിന്റെ എത്ര ബുദ്ധിമുട്ടുള്ളത്. ഞാൻ ഈ ജൽമിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് അവര് മെയിൻ റോഡിൽ നിന്ന് മേപ്പോട്ട് കിളച്ചിട്ടിട്ടുണ്ട്. പക്ഷെ കണക്ഷൻ ഇതുവരെ കൊടുത്തില്ല. വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോഴും അത് പൈപ്പ് ലൈൻ വരും എന്ന് പറഞ്ഞ് കരാറെടുത്തോറായതുകൊണ്ടാണോ എന്തോ അറിയത്തില്ല ഇത്രയും താമസിച്ചു. ഇതുവരെ ഒരു നല്ല രീതിയിൽ അത് പ്രായോഗികമായിട്ടില്ല. ഞാൻ ഇത് കാണാൻ വേണ്ടി പലപ്പോഴും സുല്ലണ്ണം പറയുന്ന കേൾക്കായിരുന്നു. ഈ സ്ഥലവാസി അടുത്ത ഏരിയയിലായിട്ടും വരാൻ പറ്റിയിട്ടില്ല. ഈ അവര് ഞാൻ പലപ്പോഴും വരണമെന്ന് പറയുമ്പോഴും അണ്ണൻ പറയാം വേണ്ട, ആനയൊക്കെ കാണും, പോവണ്ട. അവര് തന്നെ പേടിച്ചാ വരുന്നത്. മൃഗങ്ങളുടെ പ്രശ്നം കൊണ്ടാ വരാത്തത്. ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത് 4-5-6 വർഷമായിട്ട് ഈ കാട്ടാന വന്നത്. അതിനു മുമ്പ് മ്ലാവും പന്നിയും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഈ ആന വന്നത് പിന്നെ ആൾക്കാരെല്ലാം മൊത്തത്തിൽ നാശം. കേരളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലാണ്. ആമസോൺ വനാന്തരങ്ങളിലോ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആഫ്രിക്കയിലോ കെനിയയിലോ ഒന്നുമല്ല. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡിലാണ്. വലിയ വനമേഖലയാണ് ഇത്. പത്തനാപുരം ഡിവിഷനിൽ വരുന്ന വനപ്രദേശമാണ്. ഞാൻ ഇവിടെ വന്നത് 10-15ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൽ വനത്തിൽ നിന്നും കുഴി കുഴിച്ച് 3-4 കുളങ്ങൾ കുഴിച്ച് വെള്ളം ഓസ് വഴി അതും വാവച്ച് രാവിലെ വന്ന് വലിച്ച് ഒരാൾ ഇട്ടിട്ട് വേണം വെള്ളമെടുക്കാൻ. അതിന്റെ കുഴി കുടിച്ച് കിണർ പോലെ ആക്കിയിട്ടേക്കുന്നതിന്റെ കാഴ്ചകളാണ്. എല്ലാ വന്യമൃഗങ്ങളും വരുന്നൊരു സ്ഥലമാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ആ കുളം. അപ്പുറത്തൊരു കുളം താഴെ. അങ്ങനെ 3-4 കുളങ്ങളിൽ നിന്നും വർഷങ്ങളായിട്ട് 50 വർഷമായിട്ട് വെള്ളമെടുത്ത് ജീവിക്കുന്ന കേരളത്തിലെ ജനത, അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിറവന്തൂർ പഞ്ചായത്തിലെ പുതിയ പത്തനാപുരം MLA ഇതൊക്കെ ഒന്ന് കണ്ട് ഈ ഒരു 10-15 വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും കുടിവെള്ളം കൊടുക്കണം കേട്ടോ. വനത്തിനകത്ത് പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡ് ഈ കനാൽ ഭാഗത്ത് കുറച്ച് വീടുകളിൽ വർഷങ്ങളായിട്ട് കുടിവെള്ള ക്ഷാമം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിന്നെ അവര് മലയ്ക്കകത്ത് ഒരു 3-4 കുളം കുത്തിയിട്ട് അതിൽ നിന്ന് ഓസിട്ട വെള്ളം എടുക്കുന്നത്. അതൊന്ന് കാണാൻ വേണ്ടി പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നിങ്ങളൊക്കെ വന്നതുകൊണ്ട് സുല്ലന്റെ കൂടെ ഒന്ന് വന്നതാ ഇത് കാണാൻ വേണ്ടി. വന്നപ്പോ ഇതൊരു ഭീകര സംഭവമായിട്ടോ തോന്നിയത്. അല്ല, ഭയങ്കര വനത്തിനകത്ത് ഇതൊരു എന്തുവാ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഈ ആനയും മൃഗങ്ങളും എല്ലാം വരുന്ന വഴിയിൽ ഈ കുത്തിറക്കം അവിടെ ഇങ്ങനെ ഓസിട്ട് വെള്ളമെടുത്ത് ഇത് ആനയൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടേക്കുന്നതൊക്കെ കണ്ട് സുല്ലന് ഒന്നാമത് സുഖമില്ലാത്ത ഒരാളാ, ഹാർട്ട് പേഷ്യൻ്റ്. ഇങ്ങനെയാണ് ഡെയിലി വന്ന് ഞാൻ പല കാര്യത്തിനും വിളിക്കുമ്പോൾ അവിടെ മലയിലാന്ന് പറയും. ഇത് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അണ്ണൻ്റെ കൂടെ ഇതൊന്നും വന്ന് കാണണമെന്ന്. കണ്ടപ്പോൾ നമുക്ക് അതിന്റെ ഒരു പേടി. വളരെ ദുരിതമായിട്ട് നമ്മളിവിടെ കുടിവെള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോഴും നമ്മൾ റെജിമോനെ വിളിച്ചിട്ടുണ്ട് ഇതിവിടെ നിന്ന് കാണണം. രജിമോൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ വാർഡ് മെമ്പർ ചേട്ടനാണ് രജിമോൻ. ഞങ്ങൾ ആ പിറവന്തൂർ പഞ്ചായത്തിലായിരുന്നു. ഇപ്പോഴാണ് കറു വാർഡിലോട്ട് മാറിയത്. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബുദ്ധിമുട്ടും കാരണമാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് രജിമോനും ഇത് വന്ന് കണ്ടു, എല്ലാം വിശ്വാസമായിട്ടുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കുടിവെള്ളത്തിന് വേണ്ടി അലയുന്ന ആൾക്കാരെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു ദുരിതമായ യാത്രയാണ്. വനത്തിനുള്ളിൽ നിന്നും കറവൂർ വനത്തിനുള്ളിൽ നിന്നും 1/4 കിലോമീറ്ററോളം പൈപ്പുകളിട്ട് കുളം കുഴിച്ച് അതിൽ നിന്നും 10-15 വീടുകൾ വെള്ളം ശേഖരിക്കുന്നു. അതും ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, 19 വർഷമായിട്ട്. ഭരണങ്ങൾ ആരും ഭരിച്ചോട്ടെ, മാറി വന്നോട്ടെ, എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും ഇതിനൊരു അവസ്ഥ മാറ്റം ഉണ്ടാകാം. കൊടും വനമാണ്, പത്തനാപുരം റേഞ്ചിൽപ്പെടുന്ന വനപ്രദേശമാണ്. ആനകൾ നിർബാധം സഞ്ചരിക്കുന്ന ഏരിയയാണ്. മറ്റു വന്യമൃഗങ്ങളും ആനകളൊക്കെ പോയി മരത്തിലൊക്കെ ചാരി ഒരച്ച് പോയിക്കുന്ന കാഴ്ച കാണാം. അപ്പോൾ എൻ്റെ കൂടെ സുല്ലേട്ടനും രജിച്ചേട്ടനും ഒക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായി വരുന്നൊരു സ്ഥലമാണ് കറവൂർ. ആനകളൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വനത്തിൻ്റെ ഒരു ഭാഗത്തുകൂടി നടന്നാണ് ഈ കുളത്തിലേക്ക് പോകുന്നത്. വെള്ളം ശേഖരിക്കുന്ന കാഴ്ചകളൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് പ്രേക്ഷകരിലേക്ക് മാത്രമല്ല ജനപ്രതിനിധികളിലേക്കും പുതിയ സർക്കാരിലേക്കും എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങള് നല്ല തണുത്ത വെള്ളം, നല്ല തണുത്ത വെള്ളമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വെള്ളമൊക്കെ
എത്തിക്കുന്നതിന്റെ കഷ്ടപ്പാട് ഭയങ്കരമാണ്. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കറവൂർ വാർഡിൽ, പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂർ വാർഡിൽ തീർച്ചയായും ജലം എത്തിക്കേണ്ട കടമ അധികൃതർക്കാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.